നോമ്പ് തുടങ്ങാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ പരിപാടികളൊക്കെ അങ്ങ് തുടങ്ങാം. 5-6 ദിവസത്തിനുള്ളിൽ ചെയ്ത് തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതിൽ ആദ്യത്തെ കാര്യമാണ് വൃത്തിയാക്കൽ. എന്നും എപ്പോഴും ഇതൊക്കെ തന്നെ ഉള്ളൂ പരിപാടി. എന്നാലും നോമ്പ് പ്രമാണിച്ച് ചെയ്യുമ്പോൾ അതിന് വേറൊരു ഉത്സാഹമാണ്. എപ്പോഴും ഞാൻ താഴത്തു നിന്നാണ് കേട്ടോ ക്ലീൻ ചെയ്ത് തുടങ്ങുന്നത്. ഇന്ന് ഞാൻ ഓർത്തൊന്ന് മാറ്റി പിടിക്കാൻ നമുക്ക് മേളിൽ നിന്ന് ക്ലീൻ ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഞങ്ങളുടെ റൂമിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കയറി ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു. പിന്നെ ബെഡ്ഷീറ്റും പില്ലോ കവറും ഒക്കെ ഒന്ന് മാറ്റുവാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും ഒരു മുറിയുടെ മുക്കും മൂലയും വരെ നമ്മൾ ക്ലീൻ ആക്കേണ്ട ഒരു സമയമാണിത്. കർട്ടനുകളെല്ലാം ഒന്ന് മാറ്റി പുതിയതാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നൊരു പരിപാടിയാണെങ്കിൽ പോലും നോമ്പ് പ്രമാണിച്ച് നമ്മൾ ഒന്നും കൂടെ ചെയ്യണമല്ലോ. അപ്പോൾ അതാ വീണ്ടും ഞാൻ കർട്ടനൊക്കെ ഒന്ന് ഊരി. ഇതൊന്നും ചെയ്യാൻ എന്നെ സഹായിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് കേട്ടോ ഇതെല്ലാം ചെയ്യുന്നത്. പണ്ടൊക്കെ ഞാൻ തന്നെയാണ് മേളിൽ കയറി ഫാൻ തുടയ്ക്കലും എല്ലാ പരിപാടികളും ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പ്രായം കൂടി വരുമല്ലേ, അതിൻ്റേതായ വയ്യാഴികളൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. ഫാനിൻ്റെ മുകളിലോട്ടൊക്കെ നോക്കുമ്പോൾ തന്നെ ഇപ്പോൾ എനിക്ക് തല കറങ്ങും കേട്ടോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചൂല് വെച്ചിട്ട് ഇതെങ്ങനെ അടിച്ച് വിടത്തേ ഉള്ളൂ. തുടയ്ക്കാനൊക്കെ ആരെങ്കിലും കിട്ടുമ്പോഴേ തുടയ്ക്കുകയുള്ളൂ. എൻ്റെ കൈ എത്താവുന്നിടം എല്ലാം ഞാൻ തുടയ്ക്കും കേട്ടോ. ഈ അടുത്തിടെയായിട്ട് പൊടി അടിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഉണ്ടല്ലോ ജലദോഷവും ചുമയും തുമ്മലും ഒക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വാക്യൂം ക്ലീനർ ഉപയോഗിച്ചാണ് ഇപ്പോൾ കൂടുതലും ബെഡും സോഫാസ് എല്ലാം അങ്ങനെയൊക്കെ അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ബെഡ് എല്ലാം ഒന്ന് വാക്യൂം ക്ലീനർ വെച്ച് പിടിച്ചു. വാക്യൂം ക്ലീനറിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ 2 വന്നിട്ടുണ്ട് കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ ചെയ്യാൻ. അങ്ങനെ അയാൻ മേടിച്ച് അയാൻ കുറച്ച് നേരം ചെയ്തു. പിന്നെ അടുത്ത ആൾ മേടിച്ച് അടുത്ത ആൾ ചെയ്തു. അപ്പം ഞാൻ ഓർത്തെന്നാൽ അവർ ചെയ്യട്ടെ, ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഭിത്തിയിലിരുന്ന ഫോട്ടോ ഫ്രെയിമൊക്കെ എടുത്തൊന്ന് തുടച്ചു. ആ സമയത്ത് ഇടയ്ക്കൊരു ശകലം നേരം ഒന്ന് ഇരുന്ന് കേട്ടോ. അങ്ങനെ എല്ലാ പരിപാടികളും നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ ഒന്ന് പൊക്കി മാറ്റി TV ഒക്കെ ഒന്ന് തുടച്ച് എല്ലാം പറഞ്ഞു വരുമ്പോൾ ഒരു നേരമാകും കേട്ടോ. അപ്പോൾ എല്ലാം ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പൊടിയൊക്കെ ഒന്ന് അടിച്ച് നല്ല വെടിപ്പായിട്ട് തൂത്ത് വാരി തുടച്ച് മുക്കും മൂലയും വരെ വൃത്തിയാക്കി നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. കുറേ നേരം ചെയ്ത് കഴിയുമ്പോൾ ക്ഷീണിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കട്ടിലൊക്കെ ഇങ്ങനെ അകത്തിയിട്ട് അതിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് ഇരുന്നും കിടന്നു നോക്കിയാണ് കേട്ടോ പിന്നെ തൂക്കുന്നത്. എപ്പോഴും ഞാൻ ജോലി ചെയ്യാൻ കയറുമ്പോൾ എൻ്റെ കൂടെ 2 വരാറുണ്ട്. പിന്നെ ഇന്ന് ഞാൻ അടുപ്പിച്ചില്ല, കാരണം പൊടിയടിച്ച് അവർക്കും ജലദോഷമൊക്കെ വന്ന പാടല്ലേ. പിന്നെ നമ്മൾ മാറ്റിയ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിലോട്ട് ഇട്ടോ. അത് ഏകദേശം കഴുകി തീരാറായിട്ടുണ്ട്. തൂക്കലെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തുടയ്ക്കാൻ ഇറങ്ങി കേട്ടോ. തുടയ്ക്കൽ പിന്നെ ഞാൻ എല്ലാം കൂടെ ഒറ്റയടിക്ക് ചെയ്യാൻ നിൽക്കുന്നില്ല. ഇന്ന് ഈ ഒരൊറ്റ റൂം മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഊരി മാറ്റി കർട്ടനൊക്കെ കഴുകാനിട്ടതിന് ശേഷം പുതിയ കർട്ടനൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു. ഞാൻ മിക്കവാറും ഇപ്പം വൈകുന്നേരങ്ങളിലാണ് ഒതുക്കാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ സന്ധ്യയാകുമ്പം പരിപാടിയെല്ലാം കഴിയും. പിന്നെ ബെഡ്ഷീറ്റൊക്കെ പുതിയത് മാറ്റി വിരിച്ചു. അങ്ങനെ നീണ്ട 3 മണിക്കൂറത്തെ എൻ്റെ പ്രയത്നമാണ് കേട്ടോ ഈ മുറിയിൽ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അങ്ങനെ മുക്കും മൂല എല്ലാം നല്ല വൃത്തിയാക്കി നല്ല വെടിപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത മുറി അടുത്ത ദിവസമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീട് വൃത്തിയാക്കലൊക്കെ തുടങ്ങി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ പോട്ടെ. ഓക്കെ, ബൈ.